Hello, this is Python Malayalam. Python Malayalamത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പൈത്തണിലെ ഇൻബിൽറ്റ് ആയിട്ടുള്ള init മെത്തേഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Okay, let's start. ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഹ്യൂമൻ. ക്ലാസ്സിൽ നമ്മളൊരു ഫംഗ്ഷൻ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സെൽഫ് ഇതിൽ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണുള്ളത്. വർക്കിംഗ്. Okay, നമ്മളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഹ്യൂമൻ. That's all. റൺ ചെയ്യുന്നു. റൺ മൊഡ്യൂൾ. സേവ് ചെയ്യുന്നു. That's it. ഓക്കെ, ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഹ്യൂമനെ ക്രിയേറ്റ് ചെയ്തു. എ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി എ എന്ന് പറയുന്ന ഹ്യൂമൻ ഒബ്ജക്റ്റിനോട് നമ്മൾ വാക്ക് ചെയ്യാൻ പറയുമ്പോൾ അത് വാക്ക് ചെയ്യുന്നു. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാം. ഫുട്ബോൾ ഗെയിമാണ്. ഫുട്ബോൾ നമുക്ക് സ്വന്തമായി പ്ലെയറെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളൊരു പുതിയ പ്ലെയറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായും ആ പ്ലെയറിന് ഒരു പേര് കൊടുക്കൽ നിർബന്ധമാണ്. അല്ലേ? പേര് നിർബന്ധമാണ്. അയാൾക്ക് ജേഴ്സി നിർബന്ധമാണ്. അയാൾക്ക് ഏജ് നിർബന്ധമാണ്. അയാൾക്കുള്ള ക്വാളിറ്റീസ് ഒക്കെ നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ ആ പ്ലെയറെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അടിച്ചിട്ട് അത് വാലിഡ് ആവുള്ളൂ. ഇല്ലെങ്കിൽ പ്ലെയറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അഥവാ അതിന് ചില വാല്യൂസ്, ചില ആട്രിബ്യൂട്ട്സ് അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് പാസ് ചെയ്യുന്നത് നിർബന്ധമാണ്. നമ്മുടെ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഹ്യൂമൻ, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഹ്യൂമൻ. ഈ എയുടെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ ബ്രാക്കറ്റിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ കുമാർ അല്ലെങ്കിൽ അനിൽ എന്നാണ് അതിൻ്റെ കൂടെ തന്നെ നിർബന്ധമായിട്ടും അയാൾക്കൊരു പേര് അസൈൻ ചെയ്തിരിക്കണം എന്ന് എങ്ങനെയാണ് പ്രോഗ്രാമിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു മെത്തേഡ് ആ രൂപത്തിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ അത്തരത്തിലുള്ള ആട്രിബ്യൂട്ടുകൾ പാസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇനിറ്റ് മെത്തേഡ്. അതിൻ്റെ രൂപം ഇങ്ങനെയാണ്: def _init _self. ഓക്കെ, ഞാൻ ആദ്യം ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. I am created. ഇനി നമ്മൾ എ ഈക്വൽ ടു ഹ്യൂമൻ എന്ന് പറയുന്നത് ഇവിടെ ഒഴിവാക്കി ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എ ഈക്വൽ ടു ഹ്യൂമൻ എന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നതും ഐ ആം ക്രിയേറ്റഡ് എന്ന് പ്രിന്റ് ചെയ്തു. നമ്മൾ നേരത്തെ ഇതൊരു മെത്തേഡാണ്, ഡെഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതും മെത്തേഡാണ്. നേരത്തെ ഹ്യൂമൻ ക്ലാസ്സിൽ നമ്മൾ എനെ ക്രിയേറ്റ് ചെയ്ത് എയെ വാക്ക് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്തപ്പോൾ മാത്രമാണ് ഈ മെത്തേഡ് റൺ ചെയ്തത്. അതേസമയം നമ്മൾ ഇന്നിറ്റ് മെത്തേഡിനെ കോൾ ചെയ്യുന്നതില്ല. ജസ്റ്റ് ഹ്യൂമൻ ക്ലാസ്സിനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി ഇന്നിറ്റ് മെത്തേഡ് റൺ ചെയ്യുന്നു. ഓക്കെ, ഇന്നിറ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ക്ലാസ്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നിറ്റ് മെത്തേഡ്. ഈ ഹ്യൂമൻ ക്ലാസ് എപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അതിൻ്റെ കൂടെ പുള്ളിക്കാരൻ അങ്ങോട്ട് റൺ ചെയ്യും. അതിന് താഴെയുള്ള കോഡുകളൊക്കെ ഉണ്ട്. പക്ഷെ മറ്റ് ഫംഗ്ഷനുകളെ സ്പെഷ്യലായിട്ട് നമ്മൾ കോൾ ചെയ്യണം. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധമായും ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാസ് ചെയ്തിരിക്കേണ്ട ആട്രിബ്യൂട്ടുകളെ അടയാളപ്പെടുത്താം. ഉദാഹരണത്തിന് നെയിം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഹ്യൂമനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു നെയിം കൊടുക്കണം. ആ നെയിം എന്താണ്? ആ നെയിം നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ബാക്കിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്യുക. ഏത് ഒബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ പേരാണ് ആ നെയിം. ഓക്കെ, സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്ത് കിട്ടുന്ന നെയിം ഈ ഒബ്ജക്റ്റിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ പേരാണ്. ഓക്കെ, നമുക്കൊന്നും കൂടി റൺ ചെയ്യാം. അപ്പോൾ എ എന്ന് പറയുന്ന ഹ്യൂമൻ, അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം എറർ അടിക്കും. എന്താണ്? init missing on required positional argument.
init എന്ന് പറയുന്ന മെത്തേഡ് ഇവിടെ റൺ ചെയ്യും. ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി ഈ മെത്തേഡ് റൺ ചെയ്യും. ആ മെത്തേഡിൽ നെയിം എന്ന് പറയുന്ന സെൽഫിന് പുറമെ നെയിം എന്ന് പറയുന്ന ഒരു പൊസിഷണൽ ആർഗ്യുമെൻ്റ് ഉണ്ട്. ആ ആർഗ്യുമെൻറ്റിനെ കാണുന്നില്ല എന്ന് പറയുന്നത് ഇവിടെ കാലിയായി കിടക്കുക. നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യും. ഹ്യൂമൻ എന്താണ് നമ്മൾ നെയിം എന്ന് പറയുന്നത് സ്ട്രിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അനിൽ കുമാർ ജസ്റ്റ് ആഡ് ചെയ്യുന്നു. ഐ ആം ക്രിയേറ്റഡ്. അപ്പോൾ അനിൽ കുമാർ എന്ന് ആഡ് ചെയ്തും ഈ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡായി ഐ ആം ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനൊക്കെ റൺ ചെയ്തു. അതിന് താഴെയുള്ള കോഡുകൾ റൺ ചെയ്തു എന്നർത്ഥം. നമുക്ക് എ ഡോട്ട് നെയിം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ അനിൽ കുമാർ എന്ന് ഇവിടെ കിട്ടിക്കഴിയും. ഇനി നമുക്ക് അനിൽകുമാറിന് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അയാളുടെ വയസ്സ് നിർബന്ധമായിട്ടും ആഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏജ് എന്ന് ആഡ് ചെയ്യുന്നു. അപ്പോൾ സെൽഫ് ഡോട്ട് ഏജ് എന്ന് പറയുന്നത് ഇയാളുടെ ഏജ് ആയിരിക്കും. നമ്മൾ കൊണ്ട് റൺ ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ ഹ്യൂമൻ അനിൽ കുമാർ എന്ന് മാത്രം ആഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എറർ വരും. കാരണം എന്താ, മിസ്സിംഗ് ഓൺ റിക്വയർഡ് പൊസിഷൻ ഏജ്. ഒരു നെയിം കൊടുത്തിട്ടുണ്ട്, അതേസമയം ഏജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ആ ബ്രാക്കറ്റിലൂടെ പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അയാളുടെ വയസ്സും എൻ്റർ ചെയ്യുന്നു. ഐ ആം ക്രിയേറ്റഡ്. എ ഡോട്ട് ഏജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ 55 കിട്ടുന്നു. എ ഡോട്ട് നെയിം എന്ന് അടിച്ചു കഴിഞ്ഞാൽ അയാളുടെ മുഴുവൻ പേര് കിട്ടും. അപ്പോൾ അതാണ് ഇന്നിറ്റ് മെത്തേഡ്. ഓക്കെ, ഇനിറ്റ് മെത്തേഡിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള വാല്യൂസ് നിർബന്ധമായും നൽകിയിരിക്കണം. ഇനി മറ്റൊന്ന് ഡിലീറ്റ് മെത്തേഡാണ്. ഇതും ഇൻബിൽട്ട് ആയിട്ടുള്ള പൈത്തണിൻ്റെ ഉള്ളിലുള്ളൊരു മെത്തേഡാണ്. പക്ഷെ ഇതിനെ നമ്മൾ കോൾ ചെയ്യണം. del _del_self print I am destroyed. ഈ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ഏത് ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണോ ഇത് കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് തന്നെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു പോകും. അഥവാ അതിനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. I am എന്നുള്ളടത്ത് നമുക്ക് %yes is destroyed. എന്താണ് %self.name. അപ്പോൾ അനിൽകുമാർ ആണെങ്കിൽ അനിൽകുമാർ ഈസ് ഡിസ്ട്രോയിഡ്. റൺ ചെയ്യുന്നു. അനിൽകുമാർ എന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എ ഡോട്ട് ഏജ്, അനിൽകുമാർ ഇപ്പോൾ മെമ്മറിയിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ del a എന്ന് കൊടുത്തു. del a, അനിൽകുമാർ ഈസ് ഡിസ്ട്രോയിഡ്. ഇനി നമ്മൾ എ ഡോട്ട് ഏജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരില്ല, കാരണം എ എന്ന് പറയുന്ന ഒരാളില്ല. എ ഡോട്ട് നെയിം എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരില്ല, കാരണം എ എന്ന് പറയുന്ന ആൾ ഡിലീറ്റ് ചെയ്ത് പോയിട്ട്. സോ അതാണ് ഇന്നിറ്റ് മെത്തേഡും ഡിലീറ്റ് മെത്തേഡും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. കൂടുതൽ ട്യൂട്ടോറിയലുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.